അകത്ത് പോയിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ശരീരത്ത് മൈക്ക് ഘടിപ്പിച്ചാൽ കാണുക. ജയിക്കാഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടും സങ്കടവും കൂടിയായിരുന്നു. എൻ്റെ മോൻ ഒരുപാട് കരഞ്ഞു, ഒരു ചങ്ക് പൊട്ടുന്നൊരു വിഷമം പോലെയായിരുന്നു. അപ്പോൾ കളികൾ ഇനി ചെറുതോ വലുതോ അല്ല, വേറെ ലെവൽ എന്ന് പറഞ്ഞു തുടങ്ങിയ ബിഗ് ബോസ് സീസൺ 6 ഇന്ന് തീരുക. ദ ഗ്രാൻഡ് ഫിനാലെ. അവസാനത്തെ 5 കണ്ടസ്റ്റന്റിൽ ആരായിരിക്കും വിന്നർ ആവുകയെന്ന് എല്ലാവരും സൂക്ഷിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉള്ളത് കാലടിയിൽ നമ്മുടെ സ്വന്തം ജിൻഡോ ചേട്ടൻ്റെ വീട്ടിലാണ്. നമ്മുടെ ജിൻഡപ്പൻ ആദ്യമൊക്കെ മത്സരത്തിൽ നിന്ന് ആദ്യം പെട്ടെന്ന് പുറത്താകുമെന്ന് പറഞ്ഞ മത്സരാർത്ഥി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതകളുമായി മുന്നേറി ദ ഗ്രാൻഡ് ഫിനാലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ജിൻഡപ്പൻ്റെ വീടിൻ്റെ വിശേഷങ്ങളും വീട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ജിൻഡപ്പൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പൊ അകത്തോട്ട് കയറാം. അറിയില്ലേ? രണ്ടുപേരും കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ജിൻഡപ്പന്റെ സ്വന്തം കുടുംബം. ഇത് അമ്മച്ചി, ഇത് അപ്പച്ചൻ. എങ്ങനെയുണ്ട് വിശേഷം രണ്ടുപേർക്കും? സുഖം. അമ്മച്ചിക്ക് എങ്ങനെ പറയുന്നത്? കപ്പായിട്ട് വരും എന്നുള്ള തീർത്തും പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ ജിൻഡപ്പൻ പോയ സമയത്തൊക്കെ പ്രതീക്ഷയായിരുന്നു എങ്ങനെയൊക്കെ ആവുന്നത്? കാരണം ആദ്യം കുറച്ച് പുറകോട്ടായിരുന്നല്ലോ തുടക്കത്തില് പുറകോട്ടായപ്പോ ഒരു മനസ്സിന് വിഷമമൊക്കെ തോന്നി. പിന്നെ ഇപ്പൊ 2 ദിവസം അവിടെ ഇരുന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കാറുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലേ? നിക്കണ്ട, നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചാലോ? വന്നപ്പോ തന്നെ കൃത്യം രണ്ടുപേരും കിട്ടി. നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിക്കാം. എന്തേ? ഇതാണ് നമ്മുടെ ജിൻഡപ്പന്റെ വീട് കേട്ടോ. അത്യാവശ്യം നല്ല രസമുള്ളൊരു, കേറുമ്പോ തന്നെ ഭയങ്കര രസമൊക്കെയാണ്. അമ്മച്ചി, എങ്ങനെയായിരുന്നു ജിൻഡപ്പനുണ്ടല്ലേ നമ്മുടെ ആദ്യത്തെ ആഴ്ചയില് ഒരു 1-2 മത്സരം തോറ്റേറ്റ അവസാനം ആദ്യത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞപ്പോ ഒരു കരച്ചിലും അല്ലെങ്കിൽ അമ്മച്ചി ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര ഇമോഷണലി അതൊക്കെ കണ്ടപ്പോ എന്താ സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷവും ഭയങ്കര ജയിച്ചാലുള്ളൊരു എന്തോ ജയിക്കാഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടും എല്ലാം കൂടി സന്തോഷവും സങ്കടവും കൂടിയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ കരഞ്ഞു പോയോ? അത് കണ്ടു കഴിഞ്ഞപ്പോ ദൈവന്റെ മോൻ കരഞ്ഞല്ലോ എന്നുള്ളൊരു, ഒരുപാട് കരഞ്ഞു പ്രതീക്ഷിച്ചിട്ട് ജയിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി ഞാനും കരഞ്ഞുപോയി. ഞാൻ ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ ആ ജിൻഡോ മണ്ണനാണ്. അതൊക്കെ ജിൻഡോ അവിടെ തന്നെ തെളിയിച്ചു കൊടുത്തല്ലോ മണ്ണനല്ല എന്നുള്ളത്. അപ്പൊ ജിൻഡോ ചേട്ടൻ ആ ഒരു കളി കഴിഞ്ഞ ഒരു അമ്മയെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഫീലിങ്സ് ചട കുടിഞ്ഞങ്ങ് എണീറ്റ് ഒരു ചങ്ക് പൊട്ടുന്നൊരു വിഷമം പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ജയങ്ങളായിരുന്നു. പിന്നെ ജയിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും ഇത്രയും നാളത്തെ ബുദ്ധിമുട്ടൊക്കെ ഓർത്തപ്പോ ഉണ്ടായ ഒരു ടെൻഷനും എല്ലാം കൂടിയാണ് മനസ്സിലേക്ക് കയറി. പിന്നീട് ശരിക്കും ജിൻഡപ്പൻ കരയിപ്പിച്ചത് അത് പിന്നെ അവൻ പുറകോട്ട് പോയിട്ടില്ല. ആ സമയത്ത് തന്നെ ജിൻഡപ്പൻ സ്വന്തം ജീവിതം പറഞ്ഞ് ഒന്നും കൂടി കരയിപ്പിച്ചു അല്ലേ? ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഓർമ്മിച്ച് എടുത്തു കഴിഞ്ഞപ്പോ ഓർത്തെടുത്ത് കഴിഞ്ഞപ്പോ ഞാനും പഴയ ചെറുപ്പത്തിൽ പിള്ളേര് കഷ്ടപ്പെട്ടതും വളർന്നതെല്ലാം ഓർത്ത് എനിക്കും വളരെയേറെ വിഷമം തോന്നി മനസ്സിൽ. എൻ്റെ മോനെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനത്തിൻ്റെ ആയിട്ട് ഇത്രയെങ്കിലും കര കയറിയില്ലോ, ദൈവം രക്ഷപ്പെടുത്തിയില്ലോ എന്നുള്ളൊരു ഇതിലൊക്കെ എത്തിപ്പെടാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിൽ തോന്നി. ശരിക്കും ആ സമയത്ത് ഇപ്പൊ അച്ഛനും അമ്മയും ആദ്യം ആലോചിച്ചിരുന്നു. അതായത് ബിഗ് ബോസ് വന്ന ആദ്യത്തെ ആ സമയത്ത് ഇപ്പൊ അപ്പച്ചൻ നേരത്തെ പറഞ്ഞ മണ്ടനാണ് പൊട്ടനാന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോ ജയിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് അതായത് ജിൻഡോ ഏത് പ്രോഗ്രാമിന് പോയിട്ടുണ്ടോ ഇന്ന് വരെയും ജയിച്ചിട്ടുള്ളൂ. തോറ്റിട്ടില്ല. മിസ്റ്റർ കേരള മിസ്റ്റർ എന്നൊക്കെ ചറുറുന്ന് അടിച്ചാണതാ. അങ്ങനെ എവിടെ പോയാലും ആള് ജയിച്ചു പോരും. അപ്പം ഞങ്ങൾ കഴിഞ്ഞിടം തൊട്ട് അവന് ഇതിന് പോവാനായിട്ടിരുന്നതാണ്. അപ്പോൾ വേക്കൻസി കിട്ടിയില്ല. അപ്പോൾ ഈ കൊല്ലം പോകുന്ന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് കിട്ടി. ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ തോന്നിയായിരുന്നു? കാരണം ആദ്യം ഇപ്പൊ അപ്പച്ചൻ ഇപ്പൊ ഭയങ്കര നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പച്ചൻ കുറച്ച് കഠിന ഹൃദയനാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അങ്ങനെ ഏൽക്കൂല. പക്ഷെ അമ്മച്ചിക്ക് എങ്ങനെയായിരുന്നു? കാരണം ജിൻഡോ ചേട്ടനെ മണ്ടൻ പൊട്ടൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ തോന്നിയത്? കാര്യം കേട്ടപ്പോ പെട്ടെന്ന് കേട്ടപ്പോ ഒരു വിഷമം തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ഇവര് കളിക്കാൻ വേണ്ടി ഓരോരുത്തർക്ക് ഓരോ പേരിടണ്ടല്ലോ. അപ്പൊ 2 ദിവസം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നപ്പോ സ്കൂളിലായിട്ട് സംസാരിക്കാണ്ടിരുന്നപ്പോ അവർക്ക് തോന്നിയൊരു ഇതായിരിക്കും കൊണ്ട് അങ്ങനെ കണക്കാക്കി അവരൊരു പേരിട്ടു. പിന്നീട് അവർക്ക് തന്നെ അത് തോന്നി അങ്ങനെ ഇട്ടത് ഇപ്പം മണ്ടനല്ല എന്നുള്ളത് തെളിയിച്ചു. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ അവസാനമായിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന എല്ലാവരോടും നമ്മൾ ചോദിക്കുന്നുണ്ട് ആർക്കായിരിക്കും കപ്പടിക്കാൻ സാധ്യത. അപ്പൊ ആദ്യം പറയുന്ന പേര് ജിൻഡപ്പൻ എന്നാ.
അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ എന്തായിരുന്നു? അത് കേൾക്കുമ്പോ വളരെ സന്തോഷല്ലേ, കേൾക്കുമ്പോ ഒത്തിരി സന്തോഷമായി. ദൈവമേ, എൻ്റെ മോന് ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവം കൊടുക്കണം, എല്ലാ പ്രേക്ഷകരും ഇതേ സഹായത്തോടു കൂടി സപ്പോർട്ടോടും കൂടി മുന്നോട്ട് പോകണ്ടല്ലോ എന്നുള്ളൊരു വളരെയേറെ സന്തോഷമായിരുന്നു. ആ ഒരു ഇതിലാണ് ഇപ്പോഴും നിൽക്കുന്നല്ലേ. അപ്പൊ എല്ലാ പ്രേക്ഷകരുമാണ് രക്ഷപ്പെടുത്തുന്നത്. ചിന്തപ്പന്റെ സഹോദരങ്ങളാണ്, കുടുംബം എങ്ങനെയാണ്, വീട്ടിലുള്ള ചിന്തപ്പൻ എങ്ങനെയാണ് ശരിക്കും? നല്ല മോനാ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരോടും ചെറുപ്പം മുതലായാലും പെരുമാറാനും അപ്പനോടും അമ്മോടും സഹോദരങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിപ്പോണ മോനാ. കുടുംബത്തെ സഹായിക്കാനും എല്ലാത്തിനും രക്ഷപ്പെടുത്താനും ഒക്കെ ഇതിനവൻ ചെറുപ്പം മുതൽ ഒരുപാട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും എല്ലാം ചെയ്തിട്ടുള്ള മോനാ. വീടിന് വേണ്ടി ഒരുപാട് 3 മക്കള്. 3 മക്കളിൽ മൂത്ത ആളിന് ജിൻഡ, രണ്ടാമത്തെ ജിംസൺ, മൂന്നാമത്തെ മോള്. ജിംസൺ ഖത്തറിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു, ഫ്ലൈറ്റിന്റെ. അവന്റെ ഭാര്യ CRPFില് തിരുവനന്തപുരത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്ത് CRPFിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളിപ്പോ 2 കൊല്ലമായിട്ട് ആ ക്വാർട്ടേഴ്സിലാണ്. അവരുടെ നെയ്സ, മോള് ജിഷ, പേര് നോക്കണ ഭർത്താവിൻ്റെ പേര് ജോണി. 3 മക്കള്. അവരവിടെ പഠിക്കുന്നു, അവിടെ കുടുംബമായി സ്ഥിരമായിട്ട് അവിടെ സ്ഥിരപ്പെടുത്തി താമസിക്കുന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ജിൻഡോ ചേട്ടന്റെ അപ്പച്ചന്റെ അളിയൻപുള്ളിയും വന്നിട്ടുണ്ട്. വാ വാ, ക്യാമറ വന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട്, കാരണം അച്ഛനും അമ്മയും പറയാത്ത, ചിലപ്പോ അച്ഛനോടും അമ്മയോടും പറയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല മൊമെന്റ്സ് ജിൻഡപ്പൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? എന്താ ആദ്യം തന്നെ പറഞ്ഞു, എന്റെ പേരെന്താണ്? എൻ്റെ പേര് ഹജി എന്നാണ്, കോൺട്രാക്ടറാണ്. എങ്ങനെയുണ്ട് ജിൻഡപ്പൻ ഇപ്പൊ ബിഗ് ബോക്സിൽ പോയി ഇങ്ങനെ ഒരു വിജയിക്കാറായി നിൽക്കുന്നു, വിജയിക്കുന്ന പ്രതീക്ഷയുണ്ട്? ഇന്ന് തീരും. ജിൻഡു വിജയിക്കുക തന്നെ ചെയ്യും. ജിൻഡുള്ള കഴിവുള്ള മോനല്ലേ, നന്നായിട്ട് തന്നെ പണ്ടേ മുതൽ തന്നെ അവൻ നല്ല സ്റ്റാറാണ്. വീട്ടിലെ കാര്യങ്ങൾക്കും പുറത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല സ്റ്റാറായിട്ട് കഴിയണവനാ. അവൻ ജയിക്കും, കപ്പായിട്ട് തന്നെ അവൻ തിരിച്ചു വരുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അപ്പോ നമുക്ക് ജിൻഡപ്പൻ ഇപ്പൊ ഇങ്ങനെ പോയിട്ടുള്ള മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ ഒക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ ഐറ്റംസിനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോ ഇവിടുന്ന് ഇവരൊക്കെ ട്രെയിനിങ് എടുത്തിട്ടാണ് പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഉപദേശം എന്തായിരുന്നു? ഇല്ല, അവനത് കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോയേക്കുന്നതാണ്. അവൻ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ, കഴിഞ്ഞ ടീമിലെ കളികളൊക്കെ കണ്ടു പഠിച്ചു പോയേക്കുന്നതാണ്. എങ്ങനെയൊക്കെ കളിക്കണം പിന്നെ അവനറിയാതെ, അതാണല്ലോ എത്ര നാളും പിടിച്ചു നിന്ന് തന്നെ, അവൻ പിടിച്ചു നിൽക്കില്ലല്ലോ. അപ്പൊ ഫിസിക്കൽ ഗെയിംസിലെല്ലാം ജിൻഡപ്പൻ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ മെന്റൽ ഗെയിംസിൽ കുറച്ച് പുറകോട്ടായി പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് വീക്ക് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് എപ്പോഴേലും. അവന്റെ ഫീൽഡ് തന്നെ ഫിസിക്കലാണല്ലോ, അപ്പൊ അതിനകത്താണല്ലോ മുൻപ് നിൽക്കത്തുള്ളൂ. ആ ഒരു ഇതിലാണത്. അപ്പൊ എങ്ങനെ തോന്നുന്നേ? അവനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്ത് അവൻ തോറ്റു വന്നാൽ എന്ത് പരിപാടിയും ആവശ്യം പിടിച്ചു. ഒരു സമയത്തും തോറ്റു, ഏത് പ്രോഗ്രാമിന് പോന്നാലും തോറ്റു പോരുന്ന ഈ സ്വഭാവമാക്കില്ല. അതിനുള്ള അനുഗ്രഹം അവനുണ്ട്, മനസ്സിലായോ? ഇപ്പം വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടൊക്കെ നന്ദി പറയാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതിൻ്റെ മോനെ ജയിപ്പിക്കണമെന്നുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ജിൻഡപ്പൻ ഒരു അമ്മപുത്രൻ ആയതുകൊണ്ടാണോ പെട്ടെന്ന് വിഷമം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുന്ന ഒരു സാഹചര്യമൊക്കെ ജിൻഡപ്പനിൽ കാണുന്നത് നമ്മള്? അത് അവനെ ചെറുപ്പം മുതൽ എന്നോട് വലിയ സ്നേഹമായിരുന്നു, പെരുമാറാനും എല്ലാവരോടും സംസാരിക്കാനും. കാരണം എന്നോട് പ്രത്യേകമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ സമയത്തും എല്ലാ കൂട്ടത്തിനും ഞാൻ സപ്പോർട്ടായിരുന്നു. എല്ലാം മോനെ ദൈവം അനുഗ്രഹിക്കും, മോൻ നന്നായിട്ട് ചെയ്ത ഒന്നിനും വിഷമം വിചാരിക്കേണ്ട, തളരണ്ട, മനസ്സ് തകരരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് എപ്പോഴും കോമ്പറ്റീഷൻ കാണുമ്പോഴും അറിയാം, എപ്പോഴും ജിൻഡപ്പൻ ഒരു അമ്മപുത്രൻ അല്ലെങ്കിൽ അമ്മ എന്നൊരു സ്നേഹം കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ആഘോഷങ്ങളൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആഘോഷം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാലോ. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പ്ലാൻ ചെയ്യണമെങ്കിലും ഇവിടെ ഓർഡർ ചെയ്ത വന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായോ? ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു നേതൃത്വം തരാൻ ആരില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിരിക്കും. ഇതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ എല്ലാ റിസൾട്ടും ഏതാണ്ട് 3/4% അറിയാലോ. അപ്പം ഞങ്ങൾ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒരുക്കിയിരിക്കും. എല്ലാവരും സഹായത്തിനുണ്ടാവും. ആങ്ങളമാരുണ്ട്, മിക്ക്മാൻ്റെ അടുത്തുണ്ട്. അപ്പം എന്തെങ്കിലും സഹായത്തിന് ഒരുക്കണമെങ്കിൽ അവരൊക്കെ സഹായിക്കാനുണ്ടാവും. ഇനിയിപ്പോ കപ്പടിക്കാതെ വരുന്നെങ്കിലോ? കപ്പടിക്കാണ്ട് വന്നാലും സന്തോഷമാണ്. ഒരു നാളെ 2 വർഷം മണിക്കൂറുകളേ ഉള്ളൂ. കപ്പടിക്കണം കപ്പടിക്കാതെ വന്നാൽ നമുക്ക് ആളെ തഴഞ്ഞളയാനൊന്നും പറ്റില്ലല്ലോ. വന്നാലും ആഘോഷിക്കും. കാരണം ഇത്ര ദിവസം പിടിച്ചു നിന്നില്ലേ,
ഈ ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ലേ, അതുകൊണ്ടുള്ള സന്തോഷം അപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ആഘോഷിക്കും ചിന്നപ്പൻ വരുമ്പോ. ആഘോഷിക്കും അല്ലേ? അപ്പൊ ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, എന്തായാലും ഇന്ന് നമുക്ക് ആഘോഷത്തിന്റെ രാഗമാണ് ചിന്നപ്പന്റെ വീട്ടില്. നമ്മളുണ്ടാകും ചിന്നപ്പന്റെ വീട്ടിൽ നിന്ന് ഫുൾ ടൈം. അപ്പച്ച ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ അപ്പച്ചൻ എപ്പോഴും കളി കാണുന്നതല്ലേ? ഇപ്പൊ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിന്നപ്പനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ആൾക്കാർ കുറെ പേര് പുറത്തുപോയി. പുറത്തുപോയാലും പലരും പല കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് തിരിച്ച് അകത്ത് കയറി വന്നിട്ടുണ്ട്. ഇനി അകത്ത് കയറി വന്നപ്പോ അവരെല്ലാവരും നേരെ ഉൾട്ടി ആയതുപോലെ തോന്നിയിട്ടുണ്ടോ? കാരണം തിരിച്ചു വന്ന ജിന്നപ്പന്റെ ആണ് ശരി എന്ന രീതിയിൽ കളി മാറ്റിയതുപോലെ. അത് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒരു കളിയുടെ ഭാഗമാണല്ലോ. ഇപ്പൊ കളിക്കുന്ന സമയത്ത് അവർ പോരും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ കളി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഫ്രണ്ട്സുകളാണ് എൻ്റെ അകത്ത്. ഞങ്ങളിപ്പോൾ അത് പോയി കണ്ട കാരണം ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റിയല്ലോ. അപ്പോൾ ഔട്ടായി പോകുന്നവർ തിരിച്ചു വരുമ്പോഴും അവർക്ക് ആ സ്നേഹം കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെ. ഇപ്പോ ജിന്നപ്പനാണ് കളിയിൽ ശരിക്കും ശരിയായ ട്രാക്കിലൂടെ പോകുന്നത്. ഇന്നിപ്പോൾ ജനങ്ങളെ ഇപ്പം കളിച്ച് മനസ്സിലാക്കി കാണിച്ചു കൊടുത്താണ് ആളെന്നുള്ളൂ. പറയാതെ കാണിച്ചു കൊടുത്തു. ഇതിപ്പോ ഇടയ്ക്ക് നിങ്ങൾ എല്ലാവരും ജിന്നപ്പനെ കാണാൻ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അവിടെയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 2 ദിവസം അവിടെ താമസിച്ചു, 1 ദിവസം ബിഗ് ബോസിൽ താമസിച്ചു. അടിപൊളിയായിരുന്നു. ലാലേട്ടനെ കണ്ടോ? ലാലേട്ടനെ കണ്ടില്ല. ലാലേട്ടൻ ശനി ഞായർ മാത്രമാണ് വരുകളായിരുന്നു. കാരണം ലാലേട്ടനെ കണ്ടില്ല. അകത്ത് പോയിട്ട് ജിന്നപ്പനോട് എന്താ പറഞ്ഞത്? ജിന്നപ്പ കറക്റ്റ് ട്രാക്കിലാ പോണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അകത്ത് പോയിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ശരീരത്ത് മൈക്ക് ഘടിപ്പിച്ചാൽ കാണുമോ, അതൊക്കെ അവർ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറണേ. അപ്പോൾ ആ ഒരു അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മൈക്ക് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അതുപോലെയൊക്കെ തന്നെ അവൻ കളിച്ച് ജയിക്കിട്ട് ഞങ്ങൾക്കറിയാം. അവൻ കളിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള പ്രേക്ഷകരോട്, എല്ലാ പ്രേക്ഷകരും ഇത്രയും ദിവസം വോട്ട് ചെയ്തതുപോലെ തന്നെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കണം, കപ്പടിക്കണം. എല്ലാ പ്രേക്ഷകരുടെയും സഹകരണവും സപ്പോർട്ടും വോട്ടുമാണ് ജിന്നയുടെ വിജയം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും ഫൈനൽ വരെ എത്തിച്ചു തന്നതിനും ഞാൻ നന്ദി പറയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ജിന്നപ്പന്റെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ വിശേഷങ്ങള്. ഇമ്മിനി ജിന്നപ്പൻ കപ്പമായിട്ട് ഇവിടെ തിരിച്ചെത്തും എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. നമുക്കിപ്പോ ജിന്നപ്പൻ കപ്പമായിട്ട് എത്തുമ്പോൾ നമുക്ക് നേരിട്ട് വന്ന് ജിന്നപ്പനോട് കൂടിയുള്ള സന്തോഷം പങ്കുവെക്കാം, അല്ലേ? ഇന്ന് ജിന്നപ്പൻ കപ്പമായിട്ട് വന്നാലും കപ്പ് ഇല്ലാതെ വന്നാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ആഘോഷിക്കും. ആ ആഘോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളും കൂടി ഉണ്ടാവും ഫുൾ ടൈം.